അതോർത്ത് വിഷമിക്കണ്ട, പീടി അങ്ങോട്ട് വിട്ടോ, താഴെ കിടന്ന് ചാവാം. നിന്റെ മുതലാളി പൈസ ഒന്ന് തീർക്കണവരെ ഇറക്കണ പ്രശ്നമില്ല. ഇല്ല, സാധിക്കില്ല. 2-3 മാസം കുടിശ്ശികയായിട്ട് രൂപ 10,000-ഓളം എനിക്ക് കിട്ടാണ്ട്. അത് തീർത്തിട്ട് മതി പട്ടവെട്ടം. ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുക. കൂടുതലൊന്നും പറയാല്ല. കയ്യില് കാശുണ്ടോ? പട്ട കയ്യില്, അല്ലെങ്കിൽ വെറും കയ്യോടെ, അത്ര തന്നെ. മുതലാളി കാശൊക്കെ തരാം, പക്ഷെ ഗുരുവായൂരപ്പനോട് കണക്ക് പറയരുത് കേട്ടോ. അതിന് നീ ഗുരുവായൂരപ്പനാ? ഞാൻ ഗുരുവായൂരപ്പനല്ല. ഈ പട്ടയൊക്കെ പോണത് എന്റെ വീടിന്റെ പറമ്പിലേക്കല്ല, പിന്നെ സഷാൽ ഗുരുവായൂരപ്പന്റെ ആനകൾക്കാ. അതൊക്കെ ഓരോരുത്തർ കാണിക്കായിട്ട് അങ്ങിട കൊടുക്കാറ്. ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയാലോ, ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാ. 2-4 ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ബാക്കി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയാ, ഗുരുവായൂരപ്പനോടാ കളി. വിളിച്ചാ വിളിപ്പുറത്താ പെശക. പോയി വെട്ടിക്കോളാം. പോയി വെട്ടിക്കോ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി വെട്ടിക്കണോ? മുതലാളിക്ക് വെട്ടിക്കോ. വേഗം വേഗം ഒന്ന് വേഗം കേറ്റന്റെ ഉണ്ണികൃഷ്ണൻ. ചില വ്യവസ്ഥയുണ്ട്. എന്ത്? നടേശമോളെ പറഞ്ഞു പറ്റിച്ച്, പക്ഷെ അതുപോലെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ടേട്ടാ. എന്താ തിരുമനസേ? പനമോളിലെ വെയിറ്റിംഗ് ചാർജ് അടക്കം ഞങ്ങളുടെ കൂലി തരാതെ പനമേക്കറ പ്രശ്നമില്ല. എന്റെ തങ്കപ്പ, ദേ അങ്ങനെ പറയില്ലേ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണക്ക് തീർക്കുന്നത് നിങ്ങളുടെയൊക്കെ അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂലില്ലാതെ പനമേക്കറ പ്രശ്നമില്ല. തങ്കപ്പ, എനിക്കറിയാം നിനക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒക്കെ നിന്റെ ആക്ടിങ് അല്ലേ? ഈ സൈസ് വേലകളൊന്നും തങ്കപ്പനോട് തോടൂലട്ടാ. ഒന്നല്ലേ കൂലി ബാക്കി തന്നെ, അതല്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അല്ലാതെ പനമേക്കറ പ്രശ്നം. ശരി, എങ്കിൽ ഞാനൊരു വ്യവസ്ഥ പറയാം. നിങ്ങൾ ആദ്യം പനയുടെ മുകളിൽ കയറി പട്ട വെട്ടുന്നു. ഒന്ന് പറയട്ടെ എന്റെ ചങ്ങാതി. ആദ്യം പനയെ കയറി പട്ട വെട്ടുന്നു, പിന്നെ ഞാൻ എപ്പ കൂലിയായിട്ട് അങ്ങോട്ട് വരുന്നു അതുവരെ അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് ഇറങ്ങിയാ മതി. മതി മതി, ഇപ്പൊ ഒരു വ്യവസ്ഥ. അത് തന്നെ. അങ്ങനെ വഴിക്കുവാ. ഈ തങ്കപ്പനെ നടേശൻ മുതലാളി എപ്പോഴും മണ്ടലെന്ന് ഇപ്പൊ മനസ്സിലായി. പിന്നെ വാക്ക് മാറരുത്. വ്യവസ്ഥ മാറ്റരുത്. ഇല്ലില്ല. വ്യവസ്ഥയ്ക്ക് നമ്മ പന കയറി പട്ട വെട്ടുന്നു, കൂലി തന്നു തീർക്കാതെ നമ്മൾ പനയെന്നിറങ്ങണ പ്രശ്നമില്ല. അല്ല പിന്നെ തങ്കപ്പനെടുത്ത കളി. ആദ്യം പട്ട വെട്ടുന്നു, കൂലി തരാതെ ഇറങ്ങും വേണ്ട. പയം പിന്നെയും പറ്റിച്ചല്ലോ.